ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഫൂസ് മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചിക്കനൊക്കെ എല്ലാവരും കറി വെക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 മീഡിയം തക്കാളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില, അതൊക്കെ കുറച്ച് മതി. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് അധികമായിട്ട് എടുത്താൽ മതി. പിന്നെ ഇതാ ഞാനൊരു 3 സവാള നല്ല നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ തൈര് എടുത്താൽ മതി. തൈരാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കനൊന്ന് മസാല പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുവാണ്. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ അളവിൽ നിന്നല്ല, ഇത് വേറെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാവും. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ കാണാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചേർക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഫുഡ് കളറൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കാൻ. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് മസാല പിടിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വലിയ ജീരകം, ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സൺഫ്ലവറോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സാധാ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് സവോള ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ നമ്മുടെ സവാള പൊടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറുമ്പോൾ നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സവോളയും നന്നായിട്ട് ക്രിസ്പിയാക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വലിയ ജീരകം ഇത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മളിതിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് അത് ഒരു ടേസ്റ്റ് തന്നെയാണ് ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്.
അപ്പോൾ നല്ല ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് പൊടിച്ചതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി. നമ്മുടെ അപ്പത്തിനും തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മസാലകൾ ആയിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ ഒക്കെ ഞാൻ അളവൊക്കെ ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. അപ്പം മസാല കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടച്ച് വെച്ച് അതുപോലെ തന്നെ വെന്ത് വന്നപ്പോൾ തുറന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വേകുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ചിക്കൻക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ചുക്ക ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്